ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് രാമശ്ശേരി ഇഡലിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ച് ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, കുറച്ച് ആൾക്കാർ കേട്ടിട്ടില്ലായിരിക്കും. അപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നമ്മുടെ ട്രക്ക് ട്രാവൽ വീട്ടിലെ സുജിത് ഭക്തനില്ലേ, പുള്ളിയാണിത് പരിചയപ്പെടുത്തി തന്നത്. അപ്പം പുള്ളി പാലക്കാട് ഡിസ്ട്രിക്റ്റുള്ള രാമശ്ശേരി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ട്രഡീഷണൽ ആയിട്ട് അവരത് ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്കൊരു ഇഷ്ടം തോന്നി. അപ്പം ഞാൻ അങ്ങനെ ഒരു 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ പറഞ്ഞൊക്കെ സത്യമാണ്, നല്ല ടേസ്റ്റുള്ള ഒരു ഇഡലിയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വീഡിയോ ആക്കി നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന്. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. അവർ ട്രഡീഷണലായിട്ട് ചെയ്യുന്നത് വിറകടുപ്പിൽ നമ്മുടെ മൺചട്ടിയിൽ ഒരു കയർ ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ തുണി വിരിച്ച് മൺചട്ടി വെച്ചിട്ട് അടച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് അതൊന്നും ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ നോർമലായിട്ടുള്ള ഇഡലി പാത്രത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയറും തരണം, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, എല്ലാവരും ഒക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം സമയം കളയണ്ട, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് റെഡിയാക്കിയേ പറ്റത്തുള്ളൂ എളുപ്പം. അപ്പം തുടങ്ങാം. അപ്പം നമുക്ക് രാമശ്ശേരി ഇഡലി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരി എടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഡലി റൈസ് ആയിരിക്കുന്നെങ്കിൽ അതെടുത്താലും കുഴപ്പമില്ല. ചിലപ്പം ചിലർ 2 കൂടി എടുക്കും, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇപ്പം ഞാനിവിടെ പച്ചരി മാത്രമാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ ഉഴുന്നാണിത്, 1/2 കപ്പ് ഉഴുന്ന്. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് ഒരു 1/2 കപ്പ് ഉഴുന്ന്, അതാണ് എടുക്കുന്നുണ്ടത്. അല്ലെ ചിലപ്പോൾ 2.5 കപ്പ് അരി ആണെങ്കിലും കുഴപ്പമില്ല. ഈ കപ്പ് വലിയ കപ്പാണ്. അപ്പം പിന്നെ ഞാൻ ഉലുവ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ഉലുവയാണ്. അപ്പം നമ്മൾക്ക് ഇതിനി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതൊരു 4 മണിക്കൂർ ഞാൻ സോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഉഴുന്നും ഉലുവായും കൂടി ഞാൻ ആദ്യം തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരിയാണ് അരയ്ക്കേണ്ടത്. അരി നമ്മൾ നോർമലായിട്ട് ഇഡ്ഡലിക്ക് അരയ്ക്കുന്ന പോലെ കുറച്ച് തരിപ്പോടെ വേണം അരയ്ക്കാൻ. അപ്പം ഞാൻ അരി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നമുക്കറിയാമല്ലോ, നോർമലി ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ മാവ് അരയ്ക്കുമ്പോൾ എത്രമാത്രം വെള്ളം ചേർക്കണം എന്നുള്ള രീതിയിൽ. ഒരുപാട് വെള്ളം കൂടി പോവരുത്, ഒത്തിരി അങ്ങ് കുറഞ്ഞും പോവരുത്. എന്നിട്ട് നമ്മൾ കൈയിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സ്പൂണിട്ടൊന്നും മിക്സ് ചെയ്താലൊക്കത്തില്ല. നമ്മൾ നോർമലി എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സെങ്കിലും നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല സോഫ്റ്റായിട്ടുള്ള രാമശ്ശേരി ഇഡലി കിട്ടത്തുള്ളൂ. നോർമലായിട്ട് നമ്മൾ ഇഡലിയും ദോശയും വൈകുന്നേരം അരച്ചു വെക്കും, പിറ്റേ ദിവസം രാവിലെ അത് ഇഡലിയോ ദോശയോ ആക്കും. അതുപോലെ തന്നെ ഇപ്പോൾ സമയം ഇവിടെ 6:30 ആയിട്ടുണ്ട്. നാളെ രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്കിനാണ് ഞാൻ നോർമലി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുന്നത്. ആ സമയത്തേക്ക് ഇത് റെഡിയാകും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് രാവിലെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. അപ്പം നന്നായിട്ട് ഫെർമെൻറ്റേഷനൊക്കെ നടന്നു, നല്ലതുപോലെ ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മാവിന് ഒരുപാടങ്ങ് പുളിക്കത്തൊന്നുമില്ല, ഉഴുന്ന് വളരെ കുറവായതുകൊണ്ട്. ഇനി നമ്മളിതിലേക്ക് പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിനി എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഇന്നലെ അരച്ച് വെച്ചതുപോലെ തന്നെ. ഒരുപാട് വെള്ളം കുറച്ച് അരച്ചവരാണെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. നമുക്ക് ട്രഡീഷണലായിട്ടുള്ള രീതിയിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നോർമലായിട്ടുള്ള നമ്മുടെ ഇഡലി പാത്രത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും ട്രഡീഷണൽ രീതിയിൽ ചെയ്യാനാണെങ്കിൽ ഒരു ചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മൾ കയർ വെച്ചിട്ട് അവരൊരു ബെഡ് പോലൊക്കെ ആക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി വിരിച്ചിട്ട് പിന്നീട് അതിൻ്റെ മുകളിലാണ് ഇഡലി മാവ് ഒഴിച്ചിട്ട് പിന്നെ ഒരു മൺചട്ടിയുടെ അടപ്പ് വെച്ചൊക്കെ അടയ്ക്കും. അങ്ങനെ വലിയൊരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടും ഈസിയായിട്ടും ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല. നമ്മുടെ നോർമൽ ഇഡലി പാത്രത്തിൽ ഒരു തുണി വിരിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇനി അപ്പം നമുക്ക് ഇഡലി റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 3 തവി മാവെങ്കിലും ഒഴിക്കണം. ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ തവി ഇട്ടിട്ട് അങ്ങ് ദോശ പോലെ അങ്ങ് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഒന്ന് വെച്ചാൽ മാത്രം മതി. എന്നിട്ട് ഇത് അടച്ചു വയ്ക്കുക. നമ്മൾ സാധാരണ ഇഡലി പുഴുങ്ങി എടുക്കുന്നത് പോലെ തന്നെ. പക്ഷേ ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റാണ്. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. നമ്മുടെ നോർമൽ ഇഡലിയെക്കാട്ടിലും വളരെ ഫാസ്റ്റായിട്ടാണ് ഇത് കുക്കാകുന്നത്. അപ്പോൾ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നോക്കാം, കറക്റ്റ് പരുവമായിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് രാമശ്ശേരി ഇഡലി റെഡിയായി. അപ്പോൾ നമുക്കിത് തുണിയോടെ തന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ ഇളകിപ്പോരും. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം.
ഭയങ്കര ടേസ്റ്റും നല്ല സോഫ്റ്റുമായിട്ടുള്ള ഇഡ്ഡലിയാണ് രാമശ്ശേരി ഇഡ്ഡലി. ഇഡ്ഡലിയാണോ എന്ന് ചോദിച്ചാൽ ഇഡ്ഡലിയല്ല, ദോശയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ ജയറാമേട്ടൻ പറയുന്ന പോലെ ദൊഡലിയാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം കുറച്ച് വെള്ളമൊക്കെ ഇതിൻ്റെ പുറത്തൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അതല്ലെങ്കിലും പറ്റും. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഉഴുന്ന് തീരെ കുറവാണ് നമ്മളിതിൽ ചേർത്തിരിക്കുന്നതെങ്കിലും ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അതിനോടൊപ്പം ഞാനിവിടെ വൈറ്റ് ചട്നി, നമ്മുടെ സാധാരണ വൈറ്റ് ചട്നി, പിന്നെ സാമ്പാറും ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ സാമ്പാറാണ്. അതിൻ്റെ വീഡിയോയും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പം നമുക്കൊരു സാമ്പാറും കൂടി റെഡിയാക്കാം. ഒരു സ്പെഷ്യൽ സാമ്പാറാണ്, ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ അറിയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡാൽ എടുത്തിട്ടുണ്ട്. നമ്മുടെ തൂർ ഡാലാണ്. എന്ന് വെച്ചാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻസൊക്കെ അവരുടെ ഡാൽ കറി വെക്കുന്നത്. എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ്, സാമ്പാറിന് എന്തൊക്കെ വേണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടി എടുക്കുക. അപ്പോൾ പരിപ്പ് ആദ്യം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വെജിറ്റബിൾസ് കൂടി ഇട്ടിട്ട് ഒരു വിസിലും കൂടി അടുപ്പിച്ച് വെക്കും. അപ്പം നമുക്ക് ഒരു അടിപൊളി സാമ്പാർ പൊടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം ജീരകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ സാമ്പാറിലെ രാജാവായ കായപ്പൊടി, അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ കഷ്ണങ്ങൾ, ബാക്കി പരിപ്പും എല്ലാം വെന്തിട്ട് വരുമ്പോഴത്തേന് ഇത് റെഡിയാക്കി വെക്കാം. അപ്പം നമുക്ക് സാമ്പാറിനങ്ങ് കടുക് പൊട്ടിക്കാം. അതെല്ലാം കഷ്ണങ്ങളും പരിപ്പും എല്ലാം വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സാധാരണ നമ്മുടെ കടുകൊക്കെ ഇട്ടു. അപ്പം ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സ്പെഷ്യൽ സാമ്പാറിന്. അപ്പം രാമശ്ശേരി ഇഡ്ഡലിയുടെ കൂടെ ഈ സാമ്പാറാണ് നല്ലത്, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ 2 വറ്റൽമുളക് ഇട്ടു. പിന്നെ ഇടുന്നത് ഉലുവയാണ് ഇടുന്നത്. നമ്മൾ നോർമലായിട്ട് സാമ്പാറിൽ ഉലുവ ഒന്നും ചേർക്കാറില്ല. പിന്നെ നമ്മൾ അതിൽ തന്നെ ഒരു ശകലം കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. കായപ്പൊടിയാണല്ലോ എപ്പോഴും സാമ്പാറിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മിക്സും കൂടി ചേർത്ത് കൊടുത്തു. ഇതിനകത്തിൽ ഞാൻ പ്രത്യേകം പുളിയൊന്നും പിഴിഞ്ഞ് ചേർക്കുന്നില്ല. ആ ടൊമാറ്റോയ്ക്കുള്ള പുളി മാത്രം മതി ഇതിനകത്തിൽ. പിന്നെ നമ്മളൊരു സ്പെഷ്യൽ സാധനം ഇതിൽ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പിന്നെ നമ്മൾ പുളിയൊന്നും ചേർക്കാത്ത. തക്കാളിക്കൊക്കെ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട്, അത് മതി ഇതിന്. പിന്നെ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞത് ഇതാണ് അല്പം ശർക്കരയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. ശർക്കര ഒന്ന് ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്ന അതേ സാമ്പാറിൻ്റെ ഒരു ടേസ്റ്റും കായപ്പൊടി കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് അതേ ഒരു സ്മെല്ലും കിട്ടും ഇതിന്. അപ്പം നമുക്ക് വളരെ എളുപ്പത്തിലൊരു വെള്ള ചട്നിയും കൂടെ തയ്യാറാക്കാം. ഇഞ്ചിയും കൊച്ചുള്ളി എടുക്കാൻ സമയമില്ല, അതുകൊണ്ടൊരു കുറച്ച് കഷ്ണം സവാള എടുത്തു. പിന്നെ 2 പച്ചമുളകും തേങ്ങയും ഉപ്പ്. അപ്പോൾ നമുക്കിനി കടുക് താളിക്കണം. അപ്പോൾ അതിനുവേണ്ടി കടുക് ഇട്ട് പൊട്ടി, പിന്നെ കറി ലീഫും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 വറ്റൽമുളക് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ കടുക് താളിക്കുന്നത് എങ്ങനെയാണെന്ന്. ഇനി നമ്മൾ ചമ്മന്തി എല്ലാം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ചട്നി, അപ്പോൾ അതുകൂടി ഇങ്ങോട്ട് ഒഴിച്ച് കടുക് പൊട്ടിച്ചു ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. അപ്പം നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടൊമാറ്റോ ചട്നിയും കൂടെ തയ്യാറാക്കിക്കോ. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപിട്ടിട്ടുള്ള വേറൊരു ദോശയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഇപ്പം നന്ദു ശിവ എണീറ്റ് വന്നതേ ഉള്ളൂ. അവർ ബ്രഷൊക്കെ ചെയ്തിട്ട് വന്ന് കഴിക്കാൻ തുടങ്ങുവാണ്. അവർക്കിപ്പോൾ ക്ലാസ് തുടങ്ങും 8 മണിയാകുമ്പോഴത്തേക്കിന്. കണച്ചേട്ടൻ ഓഫീസിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക. ഇനിയിപ്പം ഡ്രസ്സെല്ലാം മാറിയാൽ മാത്രം മതി. കണ്ടില്ലേ, വളരെ സോഫ്റ്റാണെന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഒരു ഇഡ്ഡലിയാണ്. ടേസ്റ്റും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ശരിക്കും രാമശ്ശേരി ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ഇത്ര ഫേമസ് ആയത് മറ്റൊന്നും കൊണ്ട് തന്നെയല്ല, അതിൻ്റെ ടേസ്റ്റിൽ തന്നെയാണ്. പിന്നെ അവർ അവിടെ തയ്യാറാക്കുന്ന ട്രഡീഷണൽ രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചട്ടിക്കകത്തിലൊക്കെ ചെയ്യുന്നതെന്ന്, അതുകൊണ്ട് ഇവിടെ ആയിരിക്കും കുറച്ച് ടേസ്റ്റ് നമുക്ക് കൂടുതലുള്ളത്. നമ്മൾ ചെയ്തപ്പോഴും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. ഇവരിത് കണ്ടിന്യൂ ചെയ്യട്ടെ. നമ്മളിനി ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണും. പിന്നെ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ.